കേരളത്തിലെ ആളുകളെ വാർത്ത കാണാൻ പ്രേരിപ്പിച്ച ഒരാൾ എന്നൊരു ക്യാപ്ഷൻ എപ്പോഴും കാണും. ഒരുപാട് ഫാൻസിന്റെ ആരാധകരുണ്ട്. സിംഗിൾ ആണോ? പള്ളി കണ്ടാൽ പ്രശ്നം, അല്ലെങ്കിൽ ഒരു കൈ കണ്ടാലൊക്കെ എങ്ങനെയാണ് കേരളത്തിൽ കുടുംബത്തോടൊപ്പം ഇരുന്നത് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് എല്ലാ ഡ്രസ്സും ഇടണം, ഞാൻ തടിച്ചിട്ടാ, പക്ഷെ എനിക്ക് ഈ ഡ്രസ്സ് എല്ലാം എനിക്ക് ചേരണം. ഇതിന്റെ പ്രശ്നം അതാ ബ്ലൗസിന്റെ ആണോ അതോ ഞാൻ ആ കർക്കിടക ദിവസം പറഞ്ഞതാണോ എന്നതാണ് എന്റെ സംശയം. സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നത് തുടരുന്നു എന്നുള്ളത്. ദൂരദർശനിൽ ഇരുന്ന് വാർത്ത കാണുമ്പോഴത്തേക്കും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൂരദർശൻ ഇപ്പൊ എത്ര പേര് കാണുന്നുണ്ട്? ഏഷ്യാനെറ്റിൽ തുടങ്ങി ബിഗ് ന്യൂസിൽ നിൽക്കുന്ന 11 ന്യൂസ് ചാനലുകൾ ഇവിടെ ഉണ്ട്. ഇത്രയും ചാനലുകൾ വരണ്ടല്ലോ. ഒരു തരുമ്പോ എന്നെ അത് ബാധിച്ചിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞ കണ്ടന്റിൽ ആർക്കും പ്രശ്നമില്ല. അവരുടെ പ്രശ്നം ആ ബ്ലൗസ് ആണ്. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് ആ ഡ്രസ്സിൽ. അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണ് അതിന്റെ പ്രശ്നം. ഒരു മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും വേണ്ടത് മനസ്സമാധാനമാണ്. നമുക്ക് അവര് പറ്റിയില്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോവാതെ, അവരെ കൂടുതൽ ശല്യപ്പെടുത്താതെ അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോവുക. ജെൻസി തലമുറയിൽ വരുന്ന പിള്ളേര്, അവർക്ക് വാർത്താബോധം ഇല്ല, അവര് റീൽസ് കണ്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് പറയും. ആ പിള്ളേരാണ് ജന്തർ മന്ദിറിൽ പോയി സമരമുണ്ടാക്കി ഒരു കേന്ദ്രമന്ത്രിയെ കൊണ്ട് രാജിവെപ്പിച്ചതല്ലേ? കേരളത്തിൽ നിന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് പോയി അവർക്ക് പിന്തുണ കൊടുക്കുകയൊക്കെ ചെയ്തത്. സേതുലക്ഷ്മി എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് നിങ്ങൾ കണ്ടത്. ഓക്കെ, ശരിക്കും പുള്ളിക്കാരിയുടെ ഇപ്പോൾ ഒരുപാട് ജിൻസി പിള്ളേർ വാർത്ത കണ്ടു തുടങ്ങിയത് പോലും പുള്ളിക്കാരിയുടെ ആ ഒരു വാർത്താ രീതിയും വാർത്താ വായനയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ മറ്റേ ബ്രായുടെ ഇതൊക്കെ കാണിച്ച് അത്യാവശ്യം ക്ലിവേജ് ഒക്കെ ആയിട്ട് വന്നു നിന്ന് വാർത്ത വായിക്കുന്ന ഒരു സ്ത്രീ. ഓക്കെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ചർച്ച ചെയ്യപ്പെടുന്നത് സേതുലക്ഷ്മിയുടെ വസ്ത്രധാരണം ശരിയാണോ? അത്യാവശ്യം വാർത്ത വായിക്കുമ്പോൾ കുറച്ച് മാന്യമായിട്ടുള്ള രീതിയിൽ സേതുലക്ഷ്മിക്ക് വസ്ത്രം ധരിച്ചൂടെ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി നമ്മുടെ സേതുലക്ഷ്മിക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ സുഹൃത്തുക്കളെ. കേട്ടോ? ഞങ്ങള് ഇപ്പൊ കാണുമ്പോ സേതുവിന്റെ സാരീസ് അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് ആണ് ഗേൾസ് എന്ന രീതിയിൽ ഞാൻ നോക്കാറ്. അപ്പം ഈ ഡ്രസ്സിങ്ങിൽ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഈ ന്യൂസ് പ്രസന്റേഷനിൽ മാറ്റം വന്ന പോലെ റീഡിങ്ങിൽ ചേഞ്ച് വന്ന പോലെ തന്നെ ഈ ഡ്രസ്സിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മൾ കണ്ടത്, ഞാനത് പോസ്റ്റ് കാണിച്ചത്, എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിന് കൊടുത്ത ഇൻസ്റ്റഗ്രാമിൽ കൊടുത്ത ഒരു ക്യാപ്ഷനാണ്. അത് ഞാൻ കാണിക്കണ്ടേ? ഇതിന് കൊടുത്ത ക്യാപ്ഷൻ: കൊച്ചു കേരളത്തിലെ ചിലരുടെ ശ്രദ്ധ മുഴുവൻ പോയ 2 വള്ളികൾ. ഒരു വള്ളിയെ കാണുന്നുള്ളൂ. സോ അത് അതിന്റെ അടിയിലും കൊടുത്തിട്ടുണ്ട്. അതായത് എന്റെ പ്രോബ്ലം ഈ ഒരു ഡ്രസ് അല്ല എന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുക്കാനുള്ള ഒരു റീസൺ? അല്ല, അത് ഇത്രയധികം വാർത്തയാവുന്ന ചിന്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആളുകൾ ചർച്ചയാവുന്ന. ഇത് ശരിക്കും പറഞ്ഞാ അതെന്താ അങ്ങനെ വിവാദമായെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല കേട്ടോ. ഞാൻ അതിന്റെ കമന്റ്സ് ഒക്കെ കുറെ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആദ്യം ഞാൻ അതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടു, പിന്നെ കുറെ കണ്ടു, പിന്നെ റോസ്റ്റിംഗ് കണ്ടു. ഇതൊക്കെ കാണുമ്പോഴേ പിന്നെ നമ്മൾ ചുമ്മാ ഇരുന്ന് കമന്റ്സ് ഒക്കെ വായിക്കുമല്ലോ. അപ്പൊ അങ്ങനെ കമന്റ്സ് എല്ലാം വായിച്ച് കുറെ കഴിഞ്ഞപ്പോ വെച്ചെങ്കിൽ പിന്നെ അങ്ങ് പോസ്റ്റ് ചെയ്യാം, എന്തായാലും എല്ലാവരും കണ്ടല്ലോ. അങ്ങനെ ഇപ്പൊ നമ്മള് വാർത്ത വായിച്ചൊക്കെ തുടങ്ങുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ ആദ്യമായിട്ടൊരു 24 മണിക്കൂർ ന്യൂസ് ചാനൽ വാർത്ത വായിക്കുന്നത് മാതൃഭൂമിയിലാണ്. അപ്പൊ മാതൃഭൂമി ന്യൂസിൽ ഞാൻ വാർത്ത വായിക്കുന്ന ടൈമിൽ അവിടെ നമുക്കൊരു കൃത്യമായ ഡ്രസ് കോഡ് ഉണ്ട്. ഈ ഡ്രസ് കോഡാണ് അവിടെ വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരു പേഴ്സണൽ ഡ്രസ്സൊക്കെ ഇടണമെങ്കിൽ അവിടുത്തെ കോസ്റ്റ്യൂമറോടൊക്കെ ചോദിച്ച് അനുവാദമൊക്കെ വാങ്ങിച്ചിട്ടേ നമുക്ക് അങ്ങോട്ട് വായിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയായിരുന്നു. മാതൃഭൂമിയിൽ നിന്ന് ഞാൻ ന്യൂസ് മലയാളത്തിലേക്ക് വരുമ്പം ഇവിടെ നമുക്ക് കോസ്റ്റ്യൂമറൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് ആ ഡ്രസ്സ് ഇടാം. അത് ക്യാമറയ്ക്ക് ഓക്കെ ആയാൽ മതി. നമ്മൾ ഓക്കെ ആവണം, ക്യാമറയ്ക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇടാം. എനിക്ക് ഒരു ഇന്ന ഡ്രസ്സേ ഇടാൻ പാടുള്ളൂ, ഇന്ന ഡ്രസ്സ് ഇടാൻ പാടില്ല എന്നുള്ളതിൽ ഒരു റെസ്ട്രിക്ഷനേ ഇല്ല ന്യൂസ് മലയാളത്തിൽ. ഞാൻ ഭയങ്കരമായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. അത് ഇപ്പോഴെന്നല്ല, ചെറിയ കാലം തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഡ്രസ്സുകൾ ഇടാനായിട്ട്. എൻ്റെ ശരീരപ്രകൃതി എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും ഞാൻ എത്ര വിചാരിച്ചാലും ഞാൻ അങ്ങ് മെലിഞ്ഞു പോവില്ല. ഒരു പരിധിയിൽ കൂടുതൽ എനിക്ക് മെലിയാൻ പറ്റില്ല. വെള്ളം കുടിച്ചാലും തടിക്കും. അതെ, നല്ല മനസ്സായതുകൊണ്ട് ചെറുതായിട്ട് വെള്ളം കുടിച്ചാലും തടിക്കുന്ന കൂട്ടത്തിലാണ് ഞാനൊക്കെ മരണ വർക്കൗട്ട് എടുത്താൽ പോലും ഒരു പരിധിക്കപ്പുറം എൻ്റെ തടിയൊന്നും കുറയില്ല. വീട്ടിലും എല്ലാവരും ഞങ്ങൾ നല്ല ആരോഗ്യമുള്ള ആൾക്കാരാണ്. അപ്പം സാധാരണ എല്ലാവരും പറയുമല്ലോ, അപ്പം തടിയുള്ള ആളുകൾക്ക് ഇന്ന ഡ്രസ്സ് ചേരില്ല, അവർ ഇന്ന ഡ്രസ്സ് ചേരുള്ളൂ, അവരുടെ കൈക്ക് കുറച്ച് തടി കൂടുതലാണ്, കൈ കാണുമ്പം പ്രശ്നമാ, അങ്ങനൊക്കെ പറയും. എനിക്ക് അങ്ങനെ ആവണ്ട, എനിക്ക് എല്ലാ ഡ്രസ്സും ഇടണം, ഞാൻ തടിച്ചിട്ടാ, പക്ഷെ എനിക്ക് ഈ ഡ്രസ്സ് എല്ലാം എനിക്ക് ചേരണം. അങ്ങനെ എനിക്ക് സ്വയം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ
ഞാൻ എല്ലാ ഡ്രസ്സും ഇടും. അതെനിക്ക് എനിക്ക് ചേരുവോ ഇല്ലെന്ന് ഞാൻ നോക്കില്ല. എനിക്കിഷ്ടമാണ്, എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് ഇടും. ഞാനിപ്പം ഓണേറിൽ തന്നെ ഇതേ പറയുന്ന പോലെ തന്നെ ഡ്രസ്സൊക്കെ ഇടും, എല്ലാ ഡ്രസ്സും ഇടും. ഇപ്പൊ ഈ വിവാദമായ ഡ്രസ്സ് പോലും, ഈ ബ്ലൗസ് പോലും 2 വെള്ളി, ഈ 2 വെള്ളി ഞാൻ ഇനിയിപ്പോ ട്രെൻഡ് ബ്ലൗസ് ഇത് ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നേരത്തെ ഉപയോഗിച്ചപ്പോൾ പക്ഷെ അതില് വിവാദമൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഓഫീസിന്റെ ന്യൂസ് മലയാളത്തിന്റെ 2nd ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച ബ്ലൗസ് ആണത്, പറഞ്ഞു ചെയ്യിപ്പിച്ച ബ്ലൗസ്. അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോ. അതെ അതെ. പക്ഷെ അന്നത് വാർത്തയായിരുന്നില്ല, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, വാവ് സേതു എന്ന് പറഞ്ഞ ആളുകൾ. ഇതിന്റെ പ്രശ്നം അതാ ബ്ലൗസിന്റെ ആണോ അതോ ഞാൻ ആ കർക്കിടക ദിവസം പറഞ്ഞതാണോ എന്നതാണ് എന്റെ സംശയം. ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ആ കർക്കിടക ദിവസം എന്റെ ആ ബ്ലൗസ് അത് ആരിലൊക്കെയോ കുറച്ച് പ്രശ്നം ഉണ്ടാക്കി, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവരെല്ലാരും കമന്റ്സ് വരുന്നതെല്ലാം ബ്ലൗസ് മാത്രമാണ് അവരുടെ പ്രശ്നമല്ല, ഞാൻ പറഞ്ഞ കണ്ടന്റ് അല്ല. അപ്പം അതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കണം, അത് തെറ്റാണ്, അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അല്ലാതെ വസ്ത്രം അത് എങ്ങനെയാണ് കുടുംബത്തോടൊപ്പം ഇരുന്നത് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു വള്ളി കണ്ടാൽ പ്രശ്നം, അല്ലെങ്കിൽ ഒരു കൈ കണ്ടാലൊക്കെ എങ്ങനെയാണ് കേരളത്തിൽ അതൊരു പ്രശ്നമായിട്ട് വരാന്ന്, അതിൻ്റെ ഒരു ലോജിക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടേ ഇല്ല. ഇപ്പം കർക്കിടക മാസം ആണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പം വിവാദത്തിനല്ലെങ്കിൽ ഞാൻ പറയാണ്, ഇപ്പം രാമായണത്തിന്റെ ട്രെയിലറൊക്കെ വരുമ്പോഴത്തേനും സായി പല്ലവിക്ക് നേരെ എന്തൊരു ട്രോളാണ്. അത് എന്തിന്റെ പേരിലാന്ന് എനിക്ക് അത് അല്ലെ, ഒരു സീതയായിട്ട് അവര് വരുന്നതിനെതിരെ അല്ലെ ഭയങ്കര പ്രശ്നമല്ലേ. അപ്പൊ ഇതൊക്കെ ചില ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ കൊള്ളാം, സമൂഹം അല്ലേ, 2 തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ, അത് അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. പിന്നെ ചില കമന്റ് കാണുമ്പോൾ അതിൽ കൂടുതലും ഈ സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നത് അതിപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളത്. പിന്നെ അതിന് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇടയിലും കുറച്ചധികം ആളുകളെങ്കിലും അതിനെന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ആ തരത്തിൽ കുറച്ചായിട്ടെങ്കിലും നമ്മുടെ സമൂഹം മാറി വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അതിൽ പിന്നെന്ന് വെച്ചാൽ ദൂരദർശനിലിരുന്ന് വാർത്ത കാണുമ്പോഴത്തേക്കും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൂരദർശൻ ഇപ്പൊ എത്ര പേര് കാണുന്നുണ്ട് അല്ലേ, എത്ര ആളുകൾ ഇപ്പോഴും ഇപ്പം എന്തൊരു 11 ന്യൂസ് ചാനലോ മറ്റോ ഇവിടെ ഉണ്ട്, സ്വകാര്യ ന്യൂസ് ചാനലുകൾ. ഏഷ്യാനെറ്റിൽ തുടങ്ങി ബിഗ് ന്യൂസിൽ നിൽക്കുന്ന 11 ന്യൂസ് ചാനലുകൾ ഇവിടെ ഉണ്ട്. ഇത്രയും ചാനലുകൾ വരണ്ടല്ലോ. ദൂരദർശനിലിരുന്ന് ആ ഒരു ഡെക്കോറം കീപ്പ് ചെയ്ത് പോകുന്ന വാർത്താ വായനയാണ് ഇഷ്ടമെങ്കിൽ. ഇപ്പം ഞാൻ ഈ പറയുന്നതൊക്കെ ചിലപ്പം വിവാദമായിരിക്കും, പക്ഷെ എങ്കിലും ഇതൊക്കെ എൻ്റെ തലയിൽ കൂടെ പോയ സംശയങ്ങളാ, അതല്ലാതെ ഞാൻ വിമർശിച്ച് പറയുന്നതല്ല. പക്ഷെ ഇതൊക്കെ എനിക്ക് അപ്പോഴും ഇപ്പോഴും നിലനിൽക്കുന്നൊരു സംശയങ്ങളാണ്. എന്താണ് അതിന്റെ പ്രശ്നമെന്ന് എനിക്ക് പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലായിട്ടില്ല. ഈ സേതുലക്ഷ്മിയെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സേതുലക്ഷ്മിയുടെ വീഡിയോ ആരും അറിയാതെ പോലും കാണാറുണ്ടായിരിക്കും. എന്നിട്ടാണ് ഇവർ ഈ പുള്ളിക്കാരിനെ ശരിക്കും പറഞ്ഞാൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കാനുള്ള അവകാശവും അധികാരവും ഒന്നും ഇല്ലേ? ശരിക്കും ഒരു തുണി കൊടുക്കാതൊന്നും അല്ലല്ലോ സേതുലക്ഷ്മി വന്നിന്ന് വാർത്ത വായിക്കുന്നത് പോലും. ശരിക്കും മറ്റേ ബ്ലൗസിന്റെ 2 വള്ളി കാണാം, കൈയുടെ ഈ ഭാഗം തൊട്ട് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കാണും. അതിനാണോ പുള്ളിക്കാരിനെ ഇതുപോലെ സൈബർ ബുള്ളിങ്ങിന് നിങ്ങൾ ഇരയാക്കുന്നത്? ഒന്നുമില്ലല്ലോ, നല്ലൊരു വാർത്താവായന നടത്തുന്ന ഒരു വ്യക്തിയല്ലേ നമ്മുടെ സേതുലക്ഷ്മി. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ദൂരദർശനിലെ വാർത്താവായന ഇപ്പോൾ പലർക്കും ഇഷ്ടപ്പെടാൻ ഉള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃമികടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മലയാളികൾക്ക് പൊതുവേ ഉള്ളൊരു സംഭവമാണ്. ഓക്കെ, ഒരാൾ കുറച്ചങ്ങോട്ട് രക്ഷപ്പെട്ടു വരുമ്പോഴത്തേക്കും ഈ കൃമികടി അല്ലെങ്കിൽ കണ്ണുകടി എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. അതുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ നെഗറ്റീവ് അടിച്ചിറക്കുകയും അവരെ എങ്ങനെങ്കിലും ഇതിൽ നിന്നും ചവിട്ടി പുറത്താക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റും നിങ്ങൾക്ക് വരുന്നത്. മനസ്സിലായോ? അല്ലാതെ ഇത് അവരിതുപോലെ വസ്ത്രം കാണിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ നിങ്ങൾ അത് നിർത്തിക്കണം എന്നുള്ള നിങ്ങളുടെ എന്തോ വലിയൊരു കടമ പോലെയാണ് നിങ്ങൾ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതൊന്നും അല്ല. ശരിക്കും ഈ കൃമികടി തന്നെയാണ് അതിൻ്റെ ഒരു മൂലാധാരം. നല്ല കപ്പയ്ക്ക മീൻസ് ഓമയ്ക്ക ഉണ്ടല്ലോ, അത് ബെസ്റ്റാ, കൃമികടിക്ക് ബെസ്റ്റാ. ഓക്കെ, അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, ഈ സേതുലക്ഷ്മി 2 വള്ളി കാണിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. ഇവിടെ പല യൂട്യൂബ് ചാനലിലും പല ആളുകളും വന്ന് എന്തെല്ലാം കോപ്രായങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിക്കൂട്ടുന്നത്. എന്തെല്ലാം കോപ്രായങ്ങൾ. അതിനൊന്നും നിങ്ങൾക്ക് പ്രതികരിക്കേണ്ട. വാർത്താ വായനയിൽ സേതുലക്ഷ്മിയുടെ 2 വള്ളിയാണ് ശരിക്കും നിങ്ങൾക്ക് പ്രശ്നം. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നമ്മൾ ഈ മലയാളികളെ കൊണ്ട് ഇതൊക്കെ പറ്റൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് മാത്രമേ പറ്റൂ. ഇപ്പൊ എന്തൊക്കെയായാലും ഒരുപാട് ജെൻസി പിള്ളേരുടെ ഒരു ഫാൻ ബേസ് എന്നെ പിടിച്ചു പറ്റിയിരിക്കുകയാണ് നമ്മുടെ സേതുലക്ഷ്മി.
ഓക്കെ, നല്ല വൃത്തിയായിട്ട് വാർത്ത വായനയൊക്കെ നടത്തി നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ സേതുലക്ഷ്മി. കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? പട്ടികൾ കുരച്ചുകൊണ്ടേയിരിക്കും, നമ്മളതിനെ മൈൻഡ് ചെയ്യേ വേണ്ട. നമ്മൾ നമ്മളുടെ ഒരു ലക്ഷ്യം ആധാരമാക്കി മുന്നോട്ട് നീങ്ങുക, അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ സുഹൃത്തുക്കളെ, സേതുലക്ഷ്മിയുടെ ഈ ഒരു വസ്ത്രധാരണത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഈ വീഡിയോയിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ എന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ കൂടി മറക്കല്ലേ സുഹൃത്തുക്കളെ. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.